ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും നമസ്കാരം. രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം. ഗുഡ് മോർണിംഗ് മെസ്സേജാണ്. എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു. എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെയും സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. എല്ലാവരോടും ഒരുപാട് നന്ദി, ഒരുപാട് സ്നേഹം. അപ്പോൾ ഇതൊരു ജനറൽ വീഡിയോ ആണ്, ജെൻഡർലെസ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങളിത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആവുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കുക. നമുക്ക് നോക്കാം ഇന്നത്തെ സന്തോഷങ്ങൾ എന്താണ്, ഇന്നത്തെ ഡിവൈൻ ഗൈഡൻസ് എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഹാങ്ഡ് മാനാണ് വന്നിരിക്കുന്നത്. ചാരിയട്ട്, 6 of Cups, Judgment, 10 of Pentacles, Queen of Pentacles, Knight of Pentacles, Page of Swords. ബോട്ടം വന്നിരിക്കുന്നത് 7 of Cups ആണ്. നമുക്കിവിടെ ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് ഹാങ്ഡ് മാൻ്റെ എനർജിയാണ്. ഹാങ്ഡ് മാൻ എന്ന് പറയുമ്പോൾ ഇവിടെ നമുക്ക് ബോട്ടം വന്നിരിക്കുന്നത് പറയാം. 7 of Cupsന്റെ എനർജിയാണ് ബോട്ടം വന്നിരിക്കുന്നത്. 2 of Swordsഉം വന്നിട്ടുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ എന്തോ വെയിറ്റ് ചെയ്യുകയാണ്. എന്താണ് ചെയ്യേണ്ടതെന്ന് അറിഞ്ഞുകൂടാ. മനസ്സാകപ്പാടെ കുഴങ്ങിയിരിക്കുന്നു. എന്താണ് അതിൻ്റെ റിയാലിറ്റി കാണാൻ പറ്റുന്നില്ല. യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ഒരു പ്രശ്നമുണ്ട് മനസ്സിൽ, പക്ഷെ അതിൻ്റെ യാഥാർത്ഥ്യത്തിലേക്ക് വരാൻ സാധിക്കുന്നില്ല. ഇവിടെ 7 of Cupsന്റെ എനർജി ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ചോയ്സസ് ഉണ്ട്, പക്ഷെ എന്താണ് സെലക്ട് ചെയ്യേണ്ടതെന്ന് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് തന്നെ ഇവിടെ മനസ്സ് വല്ലാതെ നെഗറ്റീവ് അടിച്ചിരിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. ഇവിടുത്തെ ഈ ഒരു എനർജി ഇവിടെയും നമുക്ക് കാണാൻ സാധിക്കും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മനസ്സ് നെഗറ്റീവാണ്, ഇവിടെയും മനസ്സ് നെഗറ്റീവാണ്. എന്താ ചെയ്യേണ്ടതെന്ന് അറിഞ്ഞുകൂടാ. അങ്ങനെ ഒരു അവസ്ഥയിലാണെന്ന് കാണുന്നത്. ഇനി നമുക്ക് ഫസ്റ്റ് വന്നിരിക്കുന്ന ഹാങ്ഡ് മാൻ്റെ എനർജിയാണ്. ഹാങ്ഡ് മാൻ്റെ എനർജിയിൽ എന്താണ്? ആലോചിച്ച് നിൽക്കുകയാണ്, ഒരു തീരുമാനം എടുക്കാൻ കഴിയുന്നില്ല, തല കീഴായി നിൽക്കുന്ന എനർജിയാണ്. അപ്പോൾ ഇവിടെ ഒരു തിരിച്ചറിവ് ഉണ്ടാകും. കാരണം കുറച്ച് ദിവസങ്ങൾ കൊണ്ട് ഈ ഒരു കാര്യത്തിന് വേണ്ടി ചിന്തിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കുറച്ച് തിരിച്ചറിവ് ഉണ്ടാകും. 2 ദിവസം കഴിയുമ്പോൾ നല്ല ഒരു ബുദ്ധിയിലേക്ക് വരും. മറ്റൊരു വീക്ഷണത്തിലൂടെ ജീവിതത്തിന്റെ തന്നെ ഗതിയൊന്ന് മാറ്റി മറ്റൊരു വീക്ഷണത്തിലൂടെ വരാൻ സാധിക്കും എന്നുള്ളതാണ് കാണുന്നത്. പ്രശ്നത്തെ മറ്റൊരു ആംഗിളിൽ നോക്കി കാണാൻ ശ്രമിക്കണം, അതാണ് ഇവിടെ പറയുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആ പ്രശ്നത്തിനുള്ള ഉത്തരം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും എന്ന് കാണുന്നുണ്ട്. ഇവിടെ ചാരിയട്ടാണ് വന്നിരിക്കുന്നത്. ചിലപ്പോൾ നിങ്ങൾ ഇവിടെ മനസ്സുകൊണ്ട് കുഴങ്ങിയിരിക്കുന്ന എന്താണ്? വാഹനം വാങ്ങിക്കുന്ന കാര്യമാകാം. ഇനി അതുമല്ല എങ്കിൽ എവിടെയെങ്കിലും യാത്ര ചെയ്യുന്ന കാര്യവും ആകാം. അതിന് വാഹനത്തിന് ലൈസൻസിന് വേണ്ടി നോക്കിയിരിക്കാം. എന്തായാലും ശരി, ചിലപ്പോൾ ഏതെങ്കിലും വ്യക്തികളുമായിട്ടുള്ള റീയൂണിയൻ ആവാം. ഇത്തരം കാര്യങ്ങളിലാവാം നിങ്ങളിവിടെ ആലോചിച്ച് വിഷമിച്ചിരിക്കുന്നത്. മനസ്സിലായി? കുറെ ദിവസങ്ങൾ കൊണ്ട് നിങ്ങൾ ഇതിനെ പറ്റി ആയിരിക്കണം ചിന്തിച്ച് വിഷമിച്ചിരിക്കുന്നത്. ഇവിടെ നിങ്ങൾക്കൊരു സക്സസ് വരുന്നുണ്ട് എന്നാണ് കാണുന്നത്. അപ്പോൾ ഈ ഒരു സക്സസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വ്യക്തികൾ വന്നു ചേരാനാവാം, അല്ലെങ്കിൽ ഇഷ്ടമുള്ള സാധനങ്ങൾ വാങ്ങിക്കാനാവാം. യാത്രകൾ സഫലമാകുന്ന എനർജിയാണിത്. നിങ്ങളിപ്പോൾ എവിടെയെങ്കിലും യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടാകാം, അത് നിങ്ങൾക്കത് സഫലമാകും. അതുപോലെ ഒരുപാട് സ്നേഹം നിങ്ങൾക്ക് ലഭിക്കുന്ന എനർജിയും ഉണ്ട്. കാരണം അടുത്തതായിട്ട് 6 of Cups ആണ് വന്നിരിക്കുന്നത്. ചിലപ്പോൾ ഈ ഒരു കാര്യത്തിന് വേണ്ടി ആയിരിക്കണം നിങ്ങളുടെ മനസ്സ് വല്ലാതെ കുഴങ്ങുന്നത്, വല്ലാതെ ആശങ്കപ്പെടുന്നു. മനസ്സിലായി? ഒരു എത്തും പിടിയും കിട്ടുന്നില്ല, ഒരു തീരുമാനത്തിൽ എത്താൻ കഴിയുന്നില്ല. പക്ഷെ അവിടെ നിന്ന് നിങ്ങൾക്ക് തീരുമാനത്തിലേക്ക് എത്താൻ കഴിയുന്നുണ്ട്. നിങ്ങളോട് ശത്രുതയുള്ളവർ നിങ്ങളോട് തന്നെ വന്നിട്ട് അടുത്തുകൂടുന്നുണ്ട്. നിങ്ങൾക്ക് ഗിഫ്റ്റുകൾ കൈമാറാനും നിങ്ങളോട് സ്നേഹം, കളങ്കമില്ലാത്ത സ്നേഹം പങ്കുവയ്ക്കാനും, സിൻസിയറായ ലവ് പങ്കുവയ്ക്കാനും ഒക്കെ ആരോ വരുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഇനി അതല്ല നിങ്ങളുടെ ജീവിതത്തിൽ മറ്റെന്തെങ്കിലുമാണോ നിങ്ങൾ നോക്കിയിരിക്കുന്നത് എങ്കിൽ അത് നിങ്ങൾക്ക് ഇവിടെ ലഭിക്കുന്നതാണ് ആയിട്ട് കാണുന്നുണ്ട്.
നൈറ്റ് ഓഫ് പെന്റക്കിൾസിന്റെ എനർജി, ചിലപ്പോൾ സാമ്പത്തികത്തിന് വേണ്ടി നിങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടാവാം, ചിലപ്പോൾ ഏതെങ്കിലും രാജ്യത്ത് പോയി പഠിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാവാം. ഇതിനൊക്കെ ആയിരിക്കാം നിങ്ങളുടെ മനസ്സിങ്ങനെ കുഴങ്ങിക്കൊണ്ടിരിക്കുന്നത്. പുതിയൊരു ജോലിയിലേക്ക് കടക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുന്നുണ്ടാവാം. അങ്ങനെ ആയാലും ശരി, നിങ്ങൾക്ക് ഏത് രാജ്യത്തിലേക്കായാലും പോകാൻ പറ്റും, അവിടെ നിന്ന് സാമ്പത്തികം നേടാനും സാധിക്കുമെന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അതിനാണ് നിങ്ങളുടെ മനസ്സ് ഇത്രമാത്രം കുഴങ്ങിയിരിക്കുന്നത് എന്ന് കാണുന്നുണ്ട്. അതുപോലെ നിങ്ങൾ ആഗ്രഹിച്ച സക്സസ് നിങ്ങൾക്ക് നേടിയെടുക്കാനും സാധിക്കും. ജീവിതത്തെ ഒന്ന് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് ഈ സമയത്ത് പറ്റുന്നുണ്ട്, അല്ലെങ്കിൽ അത് സാധിക്കണം എന്ന് വിചാരിച്ച് നിങ്ങൾ ഇവിടെ മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ അത് സാധ്യമാക്കി എടുക്കാനും നിങ്ങളെ കൊണ്ട് കഴിയും എന്ന് കാണുന്നുണ്ട്. ആരുടെയോ സ്നേഹം നിങ്ങളിലേക്ക് വരുന്നുണ്ട് അല്ലേ? നിങ്ങൾ പോലും അറിയാതെ നിങ്ങളെ സ്നേഹിക്കുന്ന വ്യക്തികളാവാം. നേരത്തെ തന്നെ പണ്ടേ തന്നെ നിങ്ങളുടെ സുഹൃത്തായിരുന്ന വ്യക്തിയാവാം. മനസ്സിലായോ? ആ ഒരു സ്നേഹം നിങ്ങളിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഇവിടെയോ ജഡ്ജ്മെന്റ് ആണ് വരുന്നത്. കണ്ടില്ലേ? എന്തൊക്കെ പ്രശ്നങ്ങളിൽ നിങ്ങൾ നിരാശ അനുഭവിച്ചിട്ടുണ്ടോ, വിഷമം അനുഭവിച്ചിട്ടുണ്ടോ, പ്രശ്നങ്ങളെ നിങ്ങൾ മറികടക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ, അവിടെയൊക്കെ നിങ്ങൾക്ക് പോസിറ്റീവായ ഒരു ലൈഫിലേക്ക് പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. രണ്ടാമതൊരു ലൈഫ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നുണ്ട്. ഈ ഒരു ലൈഫ് എന്ന് പറയുന്നത് വളരെയധികം സന്തോഷത്തിലൂടെ മുന്നോട്ട് പോകാൻ സാധിക്കും. കഴിഞ്ഞുപോയ ജീവിതം നിങ്ങൾക്ക് ഒത്തിരി വിഷമങ്ങളാണ് സമ്മാനിച്ചിട്ടുള്ളത്. ഇനിയുള്ളത് നിങ്ങൾക്ക് സന്തോഷമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കും. കാരണം ഇവിടെ ജഡ്ജ്മെന്റ്, ദൈവികമായ ഒരു ജഡ്ജ്മെന്റ് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. ഡിവൈനിൽ നിന്ന് തന്നെ നിങ്ങൾക്കൊരു ജഡ്ജ്മെന്റ് ലഭിക്കുകയാണ് ഇവിടെ. അപ്പോൾ ഈ ഒരു ലൈഫ് എന്ന് പറയുന്നത് വളരെയധികം സന്തോഷത്തോടുകൂടി നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കും എന്നുള്ളതാണ്. ഇവിടെ എന്താഗ്രഹിച്ചോ അതൊക്കെ ഇവിടെ സാധ്യമായി മുന്നോട്ട് പോകാൻ സാധിക്കും, സാധ്യമായി കിട്ടും. എന്താണ് ഇവിടെ ആഗ്രഹിച്ചത്? ഇവിടെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ഇവിടെ ആഗ്രഹിക്കുന്നുണ്ട് ഇപ്പോൾ തന്നെ. അതൊക്കെ നിങ്ങൾക്ക് അതിന്റെ സമയത്ത് നിങ്ങൾക്ക് ലഭിക്കുമെന്നുള്ളതാണ് കാണുന്ന ഈ ജഡ്ജ്മെന്റ് എന്ന് പറയുന്നത്. കുറച്ച് കാലം കൂടി ചിലപ്പോൾ വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ടാകും. ഇന്നത്തെ ദിവസം ചിലപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ഒരു സന്തോഷ വാർത്ത കേൾക്കാനോ, അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തികൾ നിങ്ങളിലേക്ക് വന്നു ചേരാനോ, നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ഒരു സ്നേഹം നിങ്ങൾക്ക് ലഭിക്കാനോ ഉള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഒരു യാത്ര പോകാനുള്ള സാധ്യത. ഇവിടെ 10 ഓഫ് പെന്റക്കിൾസിന്റെ എനർജിയാണ്. ധാരാളമായിട്ട് സാമ്പത്തികം നിങ്ങളിലേക്ക് വരുന്നുണ്ട്. മനസ്സിലായോ? ഈ ധാരാളമായിട്ട് സാമ്പത്തികം നിങ്ങളിലേക്ക് വരുന്ന നിങ്ങൾക്ക് ചിലപ്പോൾ പൂർവിക സ്വത്ത് ലഭിക്കാനുള്ള എനർജി ആവാം. മനസ്സിലായോ? നിങ്ങൾക്ക് കുടുംബ സ്വത്ത്, കുടുംബത്തിന്റെ ഓഹരി ഒക്കെ ലഭിക്കാൻ നിങ്ങൾ കാത്തിരിക്കുകയാണെങ്കിൽ അതൊക്കെ ലഭിക്കാനുള്ള സാധ്യത നിങ്ങൾക്ക് കാണുന്നുണ്ട്. അതുമല്ല എങ്കിൽ സമ്പത്തിൻ്റെതായ ഒരു നിറവിലിരിക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നു. ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് എവിടെ നിന്നെങ്കിലും ഒക്കെ ചിലപ്പോൾ സാമ്പത്തികം ലഭിച്ചേക്കാം. അതുവഴി നിങ്ങളോട് മറ്റുള്ളവർ അടുത്തുകൂടും എന്നുള്ളത് കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും ഇവിടെ നിങ്ങൾക്ക് നല്ല ഒരു സന്തോഷം അനുഭവിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് കാണുന്നത്. സാമ്പത്തികപരമായ മറ്റു ബുദ്ധിമുട്ടുകളെ നിങ്ങൾക്ക് ഒഴിവാക്കാനും സാധിക്കുന്നു എന്ന് കാണുന്നുണ്ട്. ഇവിടെ ക്യൂൻ ഓഫ് പെന്റക്കിൾസിന്റെ എനർജിയാണ്. ജോബ് നോക്കിയിരിക്കുന്നവർക്ക് ഇത് ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ വരുമാന മാർഗം വർദ്ധിപ്പിക്കാൻ വേണ്ടി എന്തെങ്കിലും ഒരു ജോലി വേണം എന്ന് ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് അതിലൂടെ മുന്നോട്ടിറങ്ങാൻ സാധിക്കും. ഇനി അതല്ല, സാമ്പത്തികം നോക്കിയിരിക്കുന്നവർക്ക് ഒരു ജോബ് ചെയ്തിട്ട് സാമ്പത്തികത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണോ, ആ ഒരു കാര്യം നിങ്ങൾക്ക് ഇവിടെ സാധ്യമാകുന്നുണ്ട്. വീട്ടിലിരുന്നാലും ജോലി ചെയ്ത് മറ്റുള്ളവരുടെ തൃപ്തിക്ക് വേണ്ടി നിങ്ങൾ മണി കൂടുതലായിട്ട് ഏൺ ചെയ്യാൻ ശ്രമിക്കുന്നു എന്നുള്ളത് നമുക്കിവിടെ പറയാൻ പറ്റും. പേജ് ഓഫ് സോഡിന്റെ എനർജിയാണ് പിന്നീട് വന്നിരിക്കുന്നത്. ആക്ഷൻ എടുത്ത് മുന്നോട്ട് പോകണം. ആക്ഷൻ എടുക്കെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതല്ലാതെ ഇതുവരെയും അതിനുവേണ്ടി ഒരു തയ്യാറെടുപ്പ് നടത്തിയില്ല, മുന്നോട്ട് വന്നില്ല. പക്ഷെ ഈ ഒരു നിമിഷം നിങ്ങൾക്ക് പ്രശ്നങ്ങൾ ചുറ്റിനുമുണ്ടെങ്കിലും എനിക്ക് വിജയിക്കണം എന്നുള്ള ആ ഉറച്ച തീരുമാനത്തോടുകൂടി മുന്നോട്ടിറങ്ങുന്നതാണ് ഇവിടെ കാണുന്നത്. ചിലപ്പോൾ ജോബ് ആയിരിക്കാം, ചിലപ്പോൾ ഫ്ലൈറ്റ് യാത്രയാവാം, ഏതെങ്കിലും തരത്തിലുള്ള യാത്രയാവാം. മനസ്സിലായി? ഏതെങ്കിലും കാര്യത്തിലുള്ള ഒരു തീരുമാനം എടുക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് വാങ്ങിക്കാനുള്ള തീരുമാനമാകാം, ഏതെങ്കിലും സാധനങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വാങ്ങിക്കാനുള്ള തീരുമാനവും ആകാം, അല്ലെങ്കിൽ ചെറിയ ബിസിനസ് കാര്യങ്ങളിലേക്ക് നിങ്ങൾ പുറപ്പെടുന്നതാവാം. എന്തായാലും ശരി, നിങ്ങൾ ഇന്നത്തെ ദിവസം അതിനുള്ള ആക്ഷൻ എടുത്ത് മുന്നോട്ട് പോകണമെന്ന് തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അഥവാ ഇനി അത് നിങ്ങൾക്ക് പോകാൻ സാധിക്കുമെന്ന് കാണുന്നുണ്ട്. ഒരാൾ കാർഡ്സ് കൂടെ ഒന്ന് രണ്ടെണ്ണം എടുക്കാവേ.
എന്താണ് വരുന്നതെന്ന് അറിയാമല്ലോ. ഇവിടെ ലൈറ്റാണ് വന്നിരിക്കുന്നത്, കണ്ടില്ല? നിങ്ങളുടെ ജീവിതത്തിൽ പ്രകാശം വരുന്നുണ്ട്. നമ്മൾ ജഡ്ജ്മെന്റിന്റെ കാര്യം പറഞ്ഞതല്ലേ ഉള്ളൂ. ഈ ഒരു ജഡ്ജ്മെന്റ് നിങ്ങൾക്ക് പ്രകാശത്തിലേക്ക് പോകാനുള്ളതാണ്. ലൈറ്റാണ്. നിങ്ങളുടെ ജീവിതത്തിൽ പ്രകാശം വരുന്നുണ്ട്. സൂര്യൻ ഉദിക്കുന്നു. സൂര്യൻ ഉദിക്കുക എന്ന് പറയുമ്പോൾ ഇരുട്ട് മാറി പ്രകാശം വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതുവരെ നമ്മൾ ഇരുളിലാണ്ട ഒരു ജീവിതം നയിച്ചിരുന്നു. വളരെയധികം ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഒക്കെ അനുഭവിച്ചിരുന്നു. അപ്പൊ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഒരു സന്തോഷത്തിനുള്ള കാര്യം ഉണ്ടാകുന്നു എന്നുള്ളതാണ് കാണുന്നത്. നല്ല പ്രകാശത്തിലേക്ക് പോകാൻ സാധിക്കുന്നു എന്നുള്ളത് കാണുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ആഗ്രഹിക്കുന്നത് സഫലമാകുന്നു, അത് സാധ്യമായി കിട്ടുന്നു. ചിലപ്പോൾ വീടാകാം, അല്ലെങ്കിൽ വാഹനമാകാം, കുട്ടികൾക്ക് വേണ്ടി നോക്കിയിരിക്കുന്നവർക്ക് അങ്ങനെയാകാം. ലൈറ്റ് എന്ന് പറയുമ്പോൾ സണ്ണിന്റെ എനർജിയാണ്, മനസ്സിലായി? ഹാപ്പിനെസ് ആൻഡ് വിക്ടറിയാണ് വരാൻ പോകുന്നത്. അപ്പോൾ ഒത്തിരി സന്തോഷത്തിലേക്ക് പോകാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. പല കാര്യങ്ങളെ എത്തിപ്പിടിക്കാൻ സാധിക്കുന്നു. ഇതുവരെ കിട്ടില്ല എന്ന് കരുതിയ ചില കാര്യങ്ങൾ, ഉപേക്ഷിച്ച ചില കാര്യങ്ങളൊക്കെയും നിങ്ങൾക്ക് ഈ സമയത്ത് നേടിയെടുക്കാൻ സാധിക്കുന്നു. അല്ല എങ്കിൽ അത് നിങ്ങളിലേക്ക് വന്നു ചേരുന്നതായിട്ടും കാണുന്നുണ്ട്. അങ്ങനെ ഒരു സക്സസ് നിങ്ങളിലേക്ക് വന്നു ചേരുന്നു എന്നുള്ളതാണ് നമ്മൾ ഇവിടെ കാണുന്നത്. ഇവിടെ സ്റ്റാൻഡ് യുവർ ഗ്രൗണ്ട് എന്ന് പറയുന്നുണ്ട്. നിങ്ങൾ ഇപ്പോൾ എടുത്തിരിക്കുന്ന നിലപാടുണ്ടല്ലോ, നിങ്ങളിപ്പോൾ, കാരണം ഇവിടെ നിങ്ങൾ ആക്ഷൻ എടുക്കാൻ തുടങ്ങിയിരിക്കുന്നു. അപ്പൊ ആക്ഷൻ എടുക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അങ്ങ് തുടങ്ങിക്കോളൂ, ആക്ഷൻ എടുത്തോളൂ. എന്തിനാണ് താമസിക്കുന്നത്? നമ്മളിപ്പോ ഒരു കാര്യം തീരുമാനിച്ചു വെച്ചേക്കുവാണ്, നാളെ ചെയ്യാം, മറ്റന്നാൾ ചെയ്യാം, അങ്ങനെ ഇരിക്കാൻ പാടില്ല. ദിവസങ്ങളെ അങ്ങനെ കളയാൻ പാടില്ല. ആക്ഷൻ എടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഈ ഒരു നല്ല മൈൻഡോട് കൂടി തന്നെ എടുത്തോളൂ. നാളെ ഇതങ്ങ് ആറി തണുക്കും. ഇപ്പോഴത്തെ ഈ ആവേശം ചിലപ്പോൾ നാളെ കാണുമെന്ന് പറയാൻ പറ്റില്ല, മനസ്സിലായി? അങ്ങനെയാണല്ലോ, നമ്മളെല്ലാവരും അങ്ങനെയൊക്കെ തന്നെയാണ്. ഇന്ന് ചിലപ്പോൾ ആവേശത്തോടു കൂടി പല കാര്യങ്ങളും ചെയ്യാൻ മുന്നിട്ടിറങ്ങും, പക്ഷെ നാളെ ആകുമ്പോഴും ആറി തണുത്തു പോകും ആവേശം. അപ്പോൾ നല്ല ആഗ്രഹത്തിലിരിക്കുമ്പോൾ, നല്ല സന്തോഷത്തിലിരിക്കുമ്പോൾ, ഉന്മേഷത്തോടു കൂടി ഇരിക്കുമ്പോൾ തന്നെ ആ കാര്യം തുടങ്ങി വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. അങ്ങനെ തുടങ്ങി വെച്ചാൽ തന്നെ അതിന്റെ കൺസിസ്റ്റൻസി നഷ്ടപ്പെടുത്താതെ മുന്നോട്ട് കൊണ്ടുപോകണം, മനസ്സിലായി? ചിലരുണ്ട് എന്തെങ്കിലും കാര്യം തുടങ്ങി വെച്ചിട്ട് പിന്നെ നാളെ കൂടെ നോക്കും, 1-2 ദിവസം വലിയ ആകാംക്ഷയോടുകൂടി അല്ലെങ്കിൽ വലിയ ആവേശത്തോടു കൂടിയൊക്കെ ചെയ്യും, പക്ഷെ ഇടയ്ക്കിട്ടങ്ങ് ഉഴപ്പാൻ തുടങ്ങും. അത് പാടില്ല. അത് ആ ഒരു കാര്യം സാധ്യമായി കിട്ടുന്നത് വരെയും ആദ്യം കാണിച്ച ആവേശം നിലനിർത്തേണ്ടത് അത്യാവശ്യ കാര്യമാണ്, മനസ്സിലായി? ഇവിടെ പോസിറ്റീവ് മൂവ്മെന്റ് ഫോർവേഡ് എന്നാണ് വന്നിരിക്കുന്നത്. നമ്പർ 8 ആണ്, കണ്ടില്ലേ? ഇവിടെ നിങ്ങളുടെ ജീവിതത്തിൽ വെളിച്ചം വരുന്നുണ്ട്, നിങ്ങൾ വെളിച്ചത്തിലേക്കാണ് പോകുന്നത്. ഇവിടെ ഇരുളാണ്, കണ്ടില്ലേ? ഈ ഇരുളിൽ നിന്നും അതേ എനർജിയാണ് ലൈറ്റ്, സണ്ണിന്റെ എനർജി അത് തന്നെയാണ്. ഒരു തുടക്കമാണ്, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു തുടക്കം വരുന്നതായിട്ടാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഈ ഒരു തുടക്കം നിങ്ങളെ പോസിറ്റീവായ വഴിയിലേക്ക് നയിക്കുന്നതാണ്, ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കുന്നതാണ്. മുന്നോട്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും സന്തോഷത്തോടു കൂടി പോകാൻ സാധിക്കുന്നതാണ് ഈ ഒരു സമയം. നിങ്ങൾ മനസ്സിൽ തീരുമാനിച്ചിട്ടുണ്ടോ, തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ അത് സാധ്യമാക്കാൻ ശ്രമിക്കേണ്ടത് അത്യാവശ്യ കാര്യമാണ്. കണ്ടില്ല, അടുത്തതായിട്ട് സ്പിരിച്വൽ യൂണിയൻ ആണ്. ചിലപ്പോൾ നിങ്ങളോട് ആരെങ്കിലും ഒക്കെ വന്നു ചേരാനുള്ള സാധ്യതയാണ്. ഇവിടെ ഒരു ഡിവൈൻ കണക്ഷനാണ് സംഭവിക്കാൻ പോകുന്നത്, മനസ്സിലായോ? അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ റീഡിംഗ്. ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് കമന്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടി വിചാരിക്കല്ലേ. പേഴ്സണലായിട്ട് റീഡിംഗ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട്, വാട്സപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ.